കുളത്തൂപ്പുഴ പോസ്റ്റ് ഓഫീസ് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തെ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ നമ്മുടെ സ്കൂളിൽ വെച്ച് കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്യുന്നതിനാണ് ഇവിടെ കുറച്ച് പേര് പുതിയ ആളുകൾ വന്ന് നിൽക്കുന്നത്. അവർ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളുണ്ട്, മറ്റ് കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ മറ്റ് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളുണ്ട്. നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ അംഗങ്ങളെ, ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, പ്രിയ വിദ്യാർത്ഥിനികളെ, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തിക്കുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനകളാണ്. അവര് പഠനത്തിൽ മികവ് പുലർത്തുന്നവർക്ക് പ്രത്യേക അംഗീകാരവും അതിന് അവർക്ക് ആവശ്യമുള്ള പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്നു. ഫേസ്ബുക്ക് കൂട്ടായ്മ എന്ന് മാത്രം നിങ്ങൾ കേട്ടു. ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേര് കുളത്തൂപ്പുഴ പോസ്റ്റ് ഓഫീസ് എന്നാണ്. ഈ പേര് തിരഞ്ഞെടുക്കാൻ തന്നെ ഒരു കാരണമുണ്ട്. പോസ്റ്റ് ഓഫീസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ തമ്മിലുള്ള ആശയവിനിമയം സാധ്യമാക്കുന്ന ഒരു രംഗം. ഇന്ന് അത് അന്യം നിന്ന് പ്രവർത്തിക്കുന്നില്ല. ഇന്ന് ആശയവിനിമയം വളരെ എളുപ്പത്തിൽ നമുക്ക് സാധ്യമാക്കി തരുന്നത് ഇന്റർനെറ്റ് എന്ന് പറയുന്ന മീഡിയ ആണ്. ഈ കുളത്തൂപ്പുഴയിൽ നിന്നും ഒരുപാട് പേർ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന, ഒരു ജാതിയിലും പെടാതെ മനുഷ്യൻ, സ്നേഹം, സമത്വം, ഐക്യം ഇത് മാത്രം കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾ ഈ പ്രദേശങ്ങളിലെ ക്ലേശം അനുഭവിക്കുന്ന നിരവധി ആൾക്കാരെ കണ്ടെത്തുകയും 10, 100, 200, 1000, 5000, 10000 രൂപ ഓരോരുത്തരായിട്ട് സഹായം ചെയ്തുകൊണ്ട് അവരുടെ പല പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള എളിയ ശ്രമങ്ങൾ ഞങ്ങൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. 2-3 വർഷങ്ങൾ കഴിഞ്ഞു ഈ ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ രൂപം കൊണ്ടതിനു ശേഷം. വെറും കളിച്ചിരികൾ മാത്രമായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം. സമൂഹത്തിലെ മൊത്തത്തിലുള്ള ഉന്നമനം ഞങ്ങൾ ലക്ഷ്യമാക്കിയിരുന്നു. അതിനായി 2 വർഷങ്ങൾക്ക് മുമ്പ് റിജോ എന്ന് പറയുന്ന ബുദ്ധിവൈകല്യമുള്ള ഒരു കുട്ടിക്ക് ഞങ്ങൾ 16,000 രൂപ സഹായമായി നൽകി. ആ കുട്ടി ഒരു അമ്മൂമ്മയുടെ രക്ഷകർത്തൃത്വത്തിൽ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ തുടക്കം. അതിനുശേഷം ഒരു ക്യാൻസർ പേഷ്യന്റ്, ഇബ്രാഹിം കുട്ടി എന്ന ക്യാൻസർ പേഷ്യന്റ്, അദ്ദേഹം കല്ലോട്ടാങ്കുടിയിലുള്ള ആളായിരുന്നു. ചികിത്സയ്ക്ക് വളരെ പ്രയാസപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന് 35,000 രൂപയോളം ഞങ്ങൾ സഹായമായി നൽകി. പിന്നീട് കുളത്തൂപ്പുഴയിൽ വളരെ ദൈന്യത അനുഭവിച്ച അശോകൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ, അദ്ദേഹവും ഈ പറയുന്നത് പോലെ പലതരത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ കൊണ്ടും കിഡ്നിയുടെ പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ വളരെ പ്രയാസപ്പെട്ട് ജീവിതം ചോദ്യചിഹ്നമായിരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ 75,000 രൂപയോളം ഈ കുളത്തൂപ്പുഴയിലെ വിവിധ രംഗങ്ങളിൽ വിവിധ ഭാഗങ്ങളുള്ള പാവപ്പെട്ടവർ 10, 20, 30 രൂപ വെച്ച് സഹായം ചെയ്തുകൊണ്ട് അത്രയും രൂപ ചെയ്യാൻ സഹായിച്ചു. പിന്നെ ഒരു പെൺകുട്ടിയെ ഞങ്ങൾ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുത്ത് ആദരിച്ചു. ഒരു കൊച്ചു കുഞ്ഞ് കിണറ്റിൽ വീണപ്പോൾ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്തു ചാടി ആ കുഞ്ഞിനെ രക്ഷിച്ച ഒരു പെൺകുട്ടി, ആ കുട്ടിക്ക് നാണയങ്ങൾ ഞങ്ങൾ നൽകി അനുമോദിച്ചു. കഴിഞ്ഞ 1-2 വർഷമായി ഞങ്ങൾ വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നു. കാരണം ഞങ്ങളുടെ ലക്ഷ്യം ഈ നിൽക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരുമാണ്. നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങൾ വളർന്ന് വലുതായി ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി, സമൂഹത്തിന്റെ നന്മയ്ക്കായി പോരാടേണ്ടവരാണ്. നിങ്ങൾ നന്നായാൽ മാത്രമേ ഈ സമൂഹം നന്നാവുകയുള്ളൂ. അതിനാൽ കഴിഞ്ഞ വർഷവും അതിന്റെ അങ്ങേ വർഷവും ഞങ്ങൾ കല്ലോട്ടാങ്കുഴി ഹൈസ്കൂളിൽ വെച്ച് വിദ്യാഭ്യാസ അവാർഡുകൾ നൽകുകയുണ്ടായി. ഇത്തവണ ഈ സ്കൂൾ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഈ സന്ദേശം നിങ്ങളിലും എത്തിക്കാൻ വേണ്ടിയാണ്.
സാമൂഹിക പ്രതിബദ്ധത ഉൾക്കൊള്ളുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നാം ഒരു സമൂഹ വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിന്റെ സൃഷ്ടി എന്ന നിലയിൽ നമുക്ക് വഹിക്കാവുന്ന ഏറ്റവും അനുകരണീയമായ ഒരു മാർഗം തന്നെയാണ്. കുഞ്ഞുങ്ങളിവിടെ വന്ന് സമ്മാനങ്ങൾ വാങ്ങിയിട്ട് പോയി. അഭിനന്ദനാർഹമായ മുഹൂർത്തം തന്നെയാണ് ആ കുട്ടികളുടെ ജീവിതത്തിൽ ഈ നിമിഷം. ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്രകാരമുള്ള വേദികളിൽ വന്ന് സമ്മാനങ്ങൾ വാങ്ങാൻ ഒരു മാതൃകയായി അല്ലെങ്കിൽ ഒരു പ്രേരണയായി ഇത് മാറുമെന്നുള്ളതിൽ തർക്കമില്ല. തീർച്ചയായിട്ടും ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ കുളത്തൂപ്പുഴ ഈ സമിതിയുടെ ഈ പ്രവർത്തനങ്ങളെ ഈ സ്കൂളിൻ്റെ പേരിലുള്ള പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയും അതോടൊപ്പം തന്നെയുള്ള ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഞാൻ ഒരു 5 ഓക്കെ